കേരളത്തിൽ അത്രയൊന്നും ജനപ്രിയമല്ലാത്ത ഒരു കായിക ഇനമാണ് വോളിബോൾ. അതേ വോളിബോളിനെ അടിസ്ഥാനമാക്കി ഒരു സിനിമയൊരുക്കാൻ ദീപു കരുണാകരൻ കാണിച്ച ധൈര്യം പറയാതെ വയ്യ. ആ ധൈര്യം വിജയം കാണുകയാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ. വോളിബോൾ കളിക്കിടയിലെ സ്മാഷുകൾ പോലെ നാവുകളിൽ നിന്നും കാതുകളിലേക്ക് കരിങ്കുന്നം സിക്സസ് എന്ന ചിത്രത്തിന്റെ വിജയം പാറിപ്പറക്കുന്നു. ഫൗൾ പ്ലേ വരുന്നത് സിനിമയിലെ കളിക്കുള്ളിൽ മാത്രം. ചിത്രത്തിൽ മറ്റൊരിടത്തും ഫൗൾ കാണാനില്ല. മലയാളത്തിന്റെ മഞ്ജു വാര്യർ പതിവ് പോലെ അത്ഭുതപ്പെടുത്തി. കേരളത്തിലെ വോളിബോൾ ഇതിഹാസം ജിമ്മി ജോർജിനുള്ള സമർപ്പണം കൂടിയാണ് കരിങ്കുന്നം സിക്സസ് എന്ന സിനിമ. വോളിബോൾ പശ്ചാത്തലമായി എത്തിയതോടെ ജയിലിനുള്ളിൽ ചിത്രീകരിച്ച സിനിമകളിൽ നിന്നും ഈ ചിത്രം ഏറെ വ്യത്യസ്തമാകുന്നു. ചുറുചുറുക്കുള്ള ഭാര്യയിൽ നിന്നും വോളിബോൾ കോച്ചിലേക്കുള്ള മഞ്ജുവിന്റെ മാറ്റം ശ്രദ്ധേയം തന്നെ. ബാബു ആന്റണി, പത്മരാജ് രതീഷ്, സുധീർ കരമന, ബൈജു, സുദേവ് നായർ, ഗ്രിഗറി തുടങ്ങിയവർ വോളിബോൾ ടീം അംഗങ്ങളായി സിനിമയുടെ കളിക്കളം നിറയുന്നു. സുരാജ് വെഞ്ഞാറമൂട് ആക്ഷൻ ഹീറോ ബിജുവിന് ശേഷം മറ്റൊരു വ്യത്യസ്തമായ കഥാപാത്രത്തിലൂടെ വീണ്ടും മലയാളത്തെ ഞെട്ടിക്കുന്നു. നിനക്ക് ഇവിടെ തന്നെ വന്ന് ടീം ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. ശ്യാമപ്രസാദ്, മണിയൻപിള്ള രാജു, ലെന, മേജർ രവി എന്നിവർ കൂടി ചേർന്നപ്പോൾ സിനിമയിലെ ഓരോ നിമിഷവും ആസ്വാദ്യകരമായി. ദീപു കരുണാകരന്റെ സംവിധാനം സിനിമയെ മികച്ചതാക്കുമ്പോൾ സംഗീത സംവിധാനത്തിൽ രാഹുൽ രാജും ഏറെ ശ്രദ്ധിച്ചിരിക്കുന്നു. ജയകൃഷ്ണൻ ഗുമ്മാടി ഛായാഗ്രാഹകനായി എത്തിയ കരിങ്കുന്നം സിക്സസിന്റെ തിരക്കഥ ഒരുക്കിയതാകട്ടെ അരുൺ ലാൽ രാമചന്ദ്രനാണ്.